സൗജന്യ ഫുഡ് പ്രോസസ്സിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും തൊഴിൽ പരിശീലനവും ഗുണമേന്മ വിദ്യാഭ്യാസവും നൽകുന്ന അനൗപചാരിക വിദ്യാഭ്യാസ സ്ഥാപനമായ ജൻശിക്ഷൻ സൻസ്ഥാൻ എന്ന സ്ഥാപനവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബേക്കറി വിഭവങ്ങൾ നിർമ്മിക്കുവാൻ പഠിപ്പിക്കുന്ന സൗജന്യ ഫുഡ് പ്രോസസ്സിംഗ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത്. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ കൊല്ലം ജൻശിക്ഷൻ സംസ്ഥാൻ ഡയറക്ടർ ഉഷ റാണി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ വന്ന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതാണ്. നമ്മുടെ ബേക്കറി ആൻഡ് വെജിറ്റബിൾ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ എന്നുള്ള കോഴ്സാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ക്ലാസ്സുകൾ തുടങ്ങിയ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്കിവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കറിയാം, ഞാനെന്ന് വെച്ചാൽ അന്ന് എനിക്ക് ഡയറക്ടറായിട്ട് ഞാൻ ചാർജ് എടുത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ആ താഴെ 2-3 പ്രോഗ്രാം ഓഫീസർമാരുണ്ടെങ്കിൽ എനിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് താഴെയുള്ള ആളുകളെ ഒന്നും എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അതുമാത്രമല്ല, എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസുകൾ വന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളിലോട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല കൂടുതലായിട്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഒരു ഗ്രൂപ്പിനകത്ത് കുറേ കാര്യങ്ങളുമൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. എല്ലാം ഇപ്പം എല്ലാം നമ്മൾ വിചാരിക്കുന്ന കണക്കല്ലല്ലോ നടക്കുന്നത്. ഈശ്വരൻ വിചാരിക്കുന്ന കണക്കല്ലേ നടക്കുന്നത്. നമ്മൾ പലതും വിചാരിക്കും, പലതും സ്വപ്നം കാണണമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കാതിരിക്കാം. വിചാരിച്ച പോലെ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എനിക്കറിയാം. അതിലെനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പിന്നെ സാറിനോടുള്ള ഒരു സ്നേഹവും സാറിൻ്റെ ജീവിത രീതിയും അതുമൊക്കെ കൊണ്ടുള്ള ഒരു പ്രത്യേക എന്താണ് ഒരു ആകാംക്ഷയും പ്രത്യേക ഒരു താല്പര്യവും എനിക്ക് ഇവിടെ ക്ലാസ് നടക്കുന്നതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ എനിക്കങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും നിങ്ങളൊരുവിധമൊക്കെ പഠിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കുറച്ച് ദിവസമായിട്ടേ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു വർഷം 1800 പേർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഈ സെൻറ്ററുകളിലെല്ലാം പോകണം, അവിടുത്തെ എല്ലാം കാര്യങ്ങൾ നോക്കണം, അവിടുത്തെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ നോക്കണം, പരീക്ഷയുടെ കാര്യങ്ങൾ നോക്കണം. നിങ്ങളുടെ ഒരു ട്രെയിനിങ് നടന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അസസ്മെൻറ്റ് നടത്തണം. അസസ്മെൻറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത ജില്ലയിലെ ഈ JSS നമ്മുടെ കേരളത്തിൽ 9 ജില്ലകളിലുണ്ട്. അപ്പം നമ്മുടെ തൊട്ടടുത്ത ജില്ലയിലെ ആളിനെ കൊണ്ടുവന്ന് വേണം അസസ് ചെയ്യാൻ. ഇവിടെ നമ്മൾക്കത് സാധിച്ചില്ല എന്നുള്ളത് 20 പേരെന്നുള്ളത് അവസാനം വന്നപ്പോൾ 10 പേരായി ചുരുങ്ങി. ഈ 10 പേരെ വെച്ച് നമ്മൾക്ക് അസസ്മെൻറ്റ് നടത്താൻ പറ്റിയില്ലായിരുന്നു. അന്നേരമൊക്കെ ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 20 പേരുടെ തല അവർക്ക് അയച്ചു കൊടുക്കണം. നമ്മൾ അസസ്മെൻറ്റ് നടത്തുമ്പം 20 പേരുടെ തല അവർക്ക് അയച്ചു കൊടുക്കണം. പരീക്ഷയ്ക്ക് വരുന്നവർ ഇവിടുത്തെ ഒരാൾ, ഒരു അസസർ, ഒരു ഒബ്സർവർ, ഇവരെ എല്ലാവരെയും നിങ്ങളുമായിട്ട് നിർത്തി നിങ്ങൾ പരീക്ഷ എഴുതുന്ന ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തെങ്കിലേ നമുക്ക് അസസ്മെൻറ്റ് നടക്കുകയുള്ളൂ. ഈ 10 പേരെ വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ 10 പേര് പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് തരാതിരിക്കാനും പറ്റിയില്ല. അങ്ങനെ ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിൽ ഞാൻ വേറെ ഒരു സ്ഥലത്തെ ബാച്ചിൻ്റെ കൂടെയൊക്കെയാണ് നിങ്ങളെ ആഡ് ചെയ്ത് അസസ്മെൻറ്റ് നടത്തിയതായിട്ട് കാണിച്ച് ഒക്കെ ചെയ്തത്. അങ്ങനെ ചെയ്യേണ്ടി വന്നു. ആളുകളില്ലാതിരുന്നപ്പം ഇവിടെ എന്താണ് ഈ ആളുകൾ കൊഴിഞ്ഞു പോയതെന്നും ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് വരാൻ പറഞ്ഞവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായതും ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത് കൊണ്ടായിരിക്കാം 20 പേര് വന്ന് നമ്മൾ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെ ആളുകൾ കുറഞ്ഞു വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമ്മൾക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ഈ 20 പേരും ലാസ്റ്റ് വരെയും ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ പരീക്ഷ നടത്തുമ്പം 20 പേരിൽ ഒരാൾ കുറഞ്ഞാൽ, ഒരാളെ നമ്മൾ ഡ്രോപ്പ് ഔട്ട് കാണിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറിൻ്റെ സാലറി എന്നാണ് അവർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിപ്പിക്കാൻ വരുന്നവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ മിനിസ്ട്രി കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങളിങ്ങനെ ഓരോ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നേരിട്ട ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ കയ്യിലും മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ ഏർപ്പെടുത്തി തന്ന നമ്മളുടെ സാറിനും ബാക്കിയുള്ളവർക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ജൻശിക്ഷൻ സംസ്ഥാനം എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. നമ്മൾ കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്.
സമൂഹത്തിൽ വിദ്യാഭ്യാസമില്ലാത്തവർക്ക് സാമൂഹികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തിയിട്ട് അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സൗജന്യ ഫുഡ് പ്രോസസ്സിംഗ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഏതാണ്ട് 20 ദിവസം നീണ്ടുനിന്ന ക്ലാസ് ഏറെ താമസിച്ചാണ് സമാപിച്ചത്. എങ്കിലും ചില ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സംരംഭം പങ്കെടുത്ത പ്രദേശത്തെ 20ഓളം വരുന്ന വിദ്യാർത്ഥികൾ ആ കോഴ്സ് പൂർത്തിയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ സർട്ടിഫിക്കറ്റിൻ്റെ വിതരണം നടക്കാൻ പോകുന്നത്. ഇനി അടുത്ത കോഴ്സും നടത്തുവാൻ കഴിയുമെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കൂടി സംഘടിപ്പിക്കാമെന്നാണ് മാഡം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് 40 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. 40 ദിവസം എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഒരു ദിവസം 3 മണിക്കൂറാണ്. അത് മണിക്കൂർ അടിസ്ഥാനത്തിലായതുകൊണ്ട് ചിലപ്പോൾ ദിവസത്തിൻ്റെ എണ്ണം കുറയ്ക്കുവാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ കൂടി ആലോചിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് ആ പരിപാടിയിലേക്ക് ഇപ്പോൾ പങ്കെടുത്ത ആൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലേ? ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത ആൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നതല്ല. പുതിയ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പരിപാടി കൂടി വിജയിപ്പിക്കുവാൻ വേണ്ടി നോക്കുകയാണ്. സമുദ്രതീരം PRO ശശിധരൻ പിള്ള സ്വാഗതം ആശംസിച്ചു. സൗജന്യ ഫുഡ് പ്രോസസ്സിംഗ് കോഴ്സിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് ശ്രീലാൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ദീപ രാമചന്ദ്രൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു. നമുക്ക് ഇവിടെ സൗജന്യമായി ഈ കോഴ്സ് നടപ്പിലാക്കി തന്ന നമ്മുടെ സമുദ്രതീരം കൂട്ടുകുടുംബത്തിനും അതുപോലെ തന്നെ JSSൻ്റെ ഡയറക്ടറായ ശ്രീമതി ഉഷാറാണി മാഡം രണ്ടുപേർക്കും എൻ്റെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ സമുദ്രതീരത്തിൻ്റെ PRO ആയ ശ്രീമാൻ ശശിധരൻ പിള്ള സാറിനും ഈ യോഗത്തിൻ്റെ പേരിലും നമ്മുടെ കോഴ്സ് ചെയ്ത എല്ലാവരുടെയും പേരിലും ഉള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമുക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത ശ്രീമാൻ ശ്രീലാൽ സാറിന് ഈ യോഗത്തിൻ്റെ പേരിലും നമ്മുടെ എല്ലാം പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. കോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മേഖലയിൽ സാധാരണക്കാരായ ആളുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി സൗജന്യമായി ഈ കോഴ്സ് നമുക്ക് നടപ്പിലാക്കി തന്നത് ഏറെ പ്രയോജനകരമായി. ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എല്ലാം നമുക്ക് മനസ്സിലായി. അത് ഏറെ പ്രയോജനകരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്നത് മാത്രമേ നമുക്കറിയാവൂ, അതെങ്ങനെ ഉണ്ടാവുന്നു എന്നറിയില്ലായിരുന്നു. ഇപ്പം എൻ്റെ മകൻ ഒരു ഭക്ഷ്യമേള നടത്തിയിരുന്നു സ്കൂളിൽ. ആ ഭക്ഷ്യമേളയിൽ ഞാൻ കടയിൽ നിന്ന് മാത്രമേ ചിക്കൻ റോൾ വാങ്ങിയിട്ടുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം എനിക്കത് നല്ലതുപോലെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ മേളയിൽ അതെനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കി പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു. അതിലേറെ ഞാൻ അഭിമാനിക്കുന്നു.